നമസ്കാരം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പോളച്ച, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. മനോജേട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്നേഹ സ്വാഗതം ചെയ്യും. ആദ്യം നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അൽഫോൻസ കെ ആന്റണി. വരൂ. അൽഫോൻസയുടെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് അൽഫോൻസാമ്മേനാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്, ഭരണങ്ങാനത്താണ് അൽഫോൻസാമ്മ. അതുകൊണ്ട് മോളുടെ സ്ഥലം? ഞാൻ ഇടുക്കിന്നായിരുന്നു. ഇപ്പൊ ഞങ്ങള് വീട് മാറി ഇപ്പോ തൊടുപുഴ പൈങ്ങോട്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങോട്ട് എത്താൻ ഒരുപാട് യാത്രയുണ്ടായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ഓക്കെ, മരിയൻ റൗണ്ടിലാണ് മോള്. ഏതാ പാട്ട്? ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ. ശരി, അപ്പൊ നന്നായിട്ട് പാടൂ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ ശരിക്കും? ശരി, പാട്ടിന് ശേഷം കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അൽഫോൻസ, എന്തോ എന്ത് രസമായിരുന്നു ആ തുടങ്ങിയപ്പോ തന്നെ. നല്ലൊരു പാട്ട്, നല്ല ഈസി ആയിട്ട് അൽഫോൻസ് അത് പ്രസന്റ് ചെയ്തു, നന്നായിട്ട് ചിരിച്ചുകൊണ്ടും എൻജോയ് ചെയ്തും. നല്ല എന്താ പറയാ, ശരിക്കും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു അല്ലേ? ആ കുറേ മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അന്ന് ഇവിടുന്ന് പോയിട്ട് അന്ന് മുതല് അപ്പൊ ഏകദേശം ഒരു 9-10 months ആയിട്ടൊക്കെ ഈ പാട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, പൊളിച്ച എങ്ങനെയുണ്ടായിരുന്നു അൽഫോൻസയുടെ പാട്ട്? അൽഫോൻസ വളരെ ഗംഭീരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. കഴിഞ്ഞ പ്രാവശ്യം വന്ന അൽഫോൻസ അല്ലത്. അൽഫോൻസ വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല മെലോഡിയസ് ആയിട്ടുള്ള ശബ്ദം, നല്ല പവർഫുൾ വോയിസ്, നല്ലൊരു പ്രൊഫഷണൽ സിംഗിങ് പോലെയായിരുന്നു. പ്രൊണൗൺസിയേഷൻ പൊതുവെ നല്ലതായിരുന്നു. മാലാഖ, സ്വരം എന്നൊക്കെ നന്നായി സൂക്ഷിച്ച് പറഞ്ഞു. പക്ഷെ സുഗന്ധം, ബന്ധം കുറച്ചും കൂടി ശക്തി കൊടുക്കണം എന്ന് തോന്നുന്നു അവിടെ ആ രണ്ട് ഭാഗത്ത് അക്ഷരങ്ങള്. പിന്നെ പാട്ടിൽ നല്ല ഭക്തി ഭാവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നല്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അമ്മയുടെ മാതാവിൻ്റെ ഇത് പറഞ്ഞ് ആളുകളെങ്ങനെ അതിൽ ലയിക്കുകയാണിരുന്നു പാട്ടിലേക്ക്. അത്രയ്ക്ക് ഡീപ്പ് ഇൻവോൾവ്മെന്റ് അൽഫോൻസയ്ക്ക് ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നല്ല വലിയൊരു ഗായികയായിട്ട് മാറട്ടെ, ഉയരങ്ങളിലേക്ക് പോകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. അൽഫോൻസ, എന്തോ അൽഫോൻസ ഞങ്ങൾ എന്താ പറയുക, പിടിച്ചുലച്ച് കളഞ്ഞു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പല സമയങ്ങളിലും എനിക്ക് ഗൂസ് ബംസ് വരെയായിരുന്നു. രോമാഞ്ചം വരുന്നു, ചില സമയത്ത് കണ്ണ് നിറഞ്ഞു. എനിക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് പാടുന്ന കേൾക്കുമ്പോൾ അതിലിങ്ങനെ ലയിച്ചിരിക്കും. ചിലപ്പോൾ കണ്ണ് നിറയും. ഇങ്ങനെ പലതരം വികാരങ്ങൾ നമുക്ക് വരും. അപ്പം അതൊക്കെ അങ്ങനൊരു പാടി ഒരാൾ ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ്. അത് മോളത് വളരെ ഗംഭീരമായിട്ട് പാടി. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ലയിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എ റെക്കോർഡ്. ഒരു റെക്കോർഡ് കേൾക്കുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു. അതുപോലെ ഓർക്കസ്ട്ര ആണെങ്കിൽ തന്നെ നല്ല രസമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു മോളെ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ഞാൻ അതിൽ വേണ്ട എക്സ്പ്രഷൻസ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻസ്, അതിൻ്റെ ഭാവങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് മോള് പാടി കേട്ടോ. യു ആർ എ ബ്ലെസ്ഡ് സിംഗർ. പിന്നെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ ഒന്നുമില്ല. ഇങ്ങനെ പാടുമ്പോൾ അതൊന്നും ഒന്നും അല്ലാതെയായി മാറും. അതാണ് ഇങ്ങനെ പാടുമ്പോൾ ഉള്ള ഒരു സവിശേഷത കേട്ടോ. എന്തായാലും മോളെ ഒത്തിരിയേറെ എൻജോയ് ചെയ്തു ഈ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു സിംഗറായിട്ട് വരട്ടെ കേട്ടോ. താങ്ക് യു. സിസ്ലി. അൽഫോൻസ, എന്തോ പഴയ അൽഫോൻസ അല്ല ഇത്. സത്യം പറയാം, മുഖം മൂടി ഇട്ട് വേറെ ആളായിട്ട് വന്നിരിക്കുകയാണോ? കഴിഞ്ഞ റൗണ്ടിൽ മോളുടെ പെർഫോമൻസ് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മളത്ര ഹാപ്പി ആയിരുന്നില്ല. മോൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ശബ്ദത്തിന്റെ പ്രോബ്ലം ആയിരുന്നു എന്നല്ലേ. അപ്പം അന്ന് നമുക്ക് ആ ഫുൾ അൽഫോൻസയുടെ ഒരു ഇത് കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഈ സോങ് ശരിക്കും ഞങ്ങളെ മൂവ് ചെയ്തു മോളെ. ഒരു നമ്മളെ ഹൃദയത്തിലൊരു ഖനം എന്ന് വെച്ചാൽ ആ വേദനയുടെ, ആ അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നമുക്കുണ്ടാവുന്നൊരു വോംത്ത് ഉണ്ടല്ലോ. അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എപ്പോഴും മോള് പാടിയപ്പോൾ പറഞ്ഞ പോലെ സഹരക്ഷകയായ അമ്മ. നമുക്ക് ചിലപ്പോൾ ഈശോയുടെ അടുത്ത് എങ്ങനെ ഇനി ചെല്ലും എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അമ്മയിൽ ത്രൂ പോവാം. അങ്ങനെയാണല്ലോ നമ്മുടെ അപ്പന്മാരുടെ അടുത്ത് നമ്മൾ പോകുന്നത് അല്ലേ. ആദ്യം അമ്മയോട് കാര്യം അവതരിപ്പിക്കും, പിന്നെ നേരിട്ട് എന്നാ വല്ലോ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ അമ്മ ത്രൂ പോവുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ അമ്മ നിൽക്കുക. അമ്മ ഒന്ന് പറഞ്ഞേക്കാവോ ഈ കാര്യം, ഒന്ന് പറഞ്ഞേക്കാവോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പോകും. സോ അതാണ് നമുക്കുള്ള ഒരു വോംത്ത്. അപ്പം അത് ശരിക്കും അൽഫോൻസ പാടിയപ്പോൾ ഇങ്ങനെ എനിക്ക് എഴുതാൻ തന്നെ ഞാൻ പല സ്ഥലങ്ങളും എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് എഴുതാൻ പോലും ഉള്ള പേന എടുക്കാനുള്ള ഒരു ആവതില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ടോട്ടലി ഇൻവോൾവ്ഡ് ആൻഡ് ഇമേഴ്സ്ഡ് ഇൻ ദ സോങ് കേട്ടോ. അത് നമുക്ക് പല കുട്ടികളും ചിലപ്പം വളരെ ടെക്നിക്കൽ പെർഫെക്ഷനിലൊക്കെ പാടും. എല്ലാം കറക്റ്റ് ആയിരിക്കും, ശ്രുതി, താളം, എല്ലാം ലയം, ഭാവം എല്ലാം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ആ കണക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ മോള് പാടിയപ്പോൾ
ഞാൻ മനോജേട്ടനെ നോക്കി മനോജേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു. അത്രയ്ക്കും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി ഈ പാട്ടിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അതായത് ഇത് ഹാപ്പൻ ചെയ്യുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഡിവോഷണൽ സോങ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ സോൾ ടച്ച് ചെയ്യാൻ പറ്റുന്നത് ആ ഡിവോഷണൽ എലിമെൻറ്റ് വരുമ്പോഴാണ്, ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻമെൻറ്റ് വരുമ്പോഴാണ്. അതൊരു മാജിക്കൽ പെർഫോമൻസ് ആണ്. മോളുടെ ഒരു മാജിക്കൽ പെർഫോമൻസ് ആയിരുന്നു ഇത്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരുപാട് സന്തോഷായില്ലേ? ഒരുപാട്. ഇനി മാർക്ക് ഒന്നും അറിയണ്ട, അത്രയ്ക്കും വയറ് നിറഞ്ഞു എന്നറിയാം. എന്നാലും മോള് എന്താ പറയാ, ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഇന്നൊരു പെർഫോമൻസ് തരാൻ എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ വരുത്തിയത് പ്രാക്ടീസിന്റെ കാര്യത്തിൽ? അന്ന് എനിക്ക് ഇവര് പറഞ്ഞ തെറ്റുകൾ ഞാൻ ഇത്തവണ നന്നായിട്ട് ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ഒത്തിരി പ്രാക്ടീസ് ചെയ്തായിരുന്നു. പിന്നെ ഈശോ, അതാണല്ലോ എല്ലാം. അതെ. അപ്പൊ മോള് ഇത് പാട്ട് പഠിപ്പിച്ചതൊക്കെ ആരാ? എന്റെ അമ്മ തന്നെയാണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയം പിന്നെ കഴിഞ്ഞ തവണ ഇവരെന്നോട് പറഞ്ഞില്ലായിരുന്നോ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ ഞാൻ തൊടുപുഴ ഉപാസനയില് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അച്ഛനോട് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. അപ്പൊ ആ അച്ഛന്റെ ഹെൽപ്പും കൂടെ ഒക്കെ വന്നപ്പോഴാണ് മോൾക്ക് ഇത്രയും നല്ലൊരു, ശരിക്കും അപ്പം എന്തൊരു ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഒരാളുടെ ഒരു ട്രെയിനറിന്റെ ഒരു ഹെൽപ്പ് കിട്ടിയപ്പോഴത്തേക്കും മോൾക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനി ഇന്നത്തെ മാർക്ക് നോക്കാം. അന്ന് എത്ര മാർക്കായിരുന്നു? അന്ന് 21. ഇന്ന് എത്രയായിരിക്കും? എത്രയാ സിസിലി? എത്ര അൽഫോൻസ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു 7 മോളോട്ട് പോകുമ്പോ എത്ര ഉണ്ടാവും മാക്സിമം? ഒരു 8 മതിയോ? 9 വേണോ? 9 വേണമെന്നുണ്ട്. 9 വേണോ? ഈ കുട്ടികളുടെ ഒക്കെ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അല്ല, കൂടുതൽ ചോദിച്ചൂടെന്ന്. ഞാനൊക്കെ ആണെങ്കിൽ 10 തന്നെ തരുമോന്ന് ചോദിച്ചാൽ ഇതിപ്പോ കൂടുതലാണല്ലോ രമ്യ ചേച്ചി പ്രതീക്ഷിക്കുന്ന കൊച്ച്. 9 ഒക്കെ പ്രതീക്ഷ. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ സിസ്ലി? കൊടുത്തൂടെ? പാവല്ലേ അവള് പ്രാക്ടീസ്. കണ്ണ് നനയിച്ച അൽഫോൻസയ്ക്ക് 9.5. യെസ് മനോജേട്ടാ. ഞങ്ങൾ ഈ മാർക്കൊക്കെ കൊടുക്കുമ്പോഴേ എല്ലാവർക്കും ഒന്നെങ്കിൽ 9 അല്ലെങ്കിൽ 9.5, മേ ബി 10 ഇങ്ങനെ കൊടുക്കണമെന്നാണ് ആഗ്രഹം. എപ്പോഴും എല്ലാ കുട്ടികൾക്കും അങ്ങനെ കൊടുക്കണം, അതുപോലെ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളത് കൊടുത്തു പോകും. 9.5. ഞാൻ പ്രതീക്ഷിച്ചു അത്ര കിട്ടുന്നു. അച്ഛാ അല്ലേ? അതെ, അൽഫോൻസ് വളരെ മനോഹരമായിട്ട് പാടി 9.5. താങ്ക് യു. ഒരുപാട് സന്തോഷായല്ലേ? ഒരുപാട് ഒരുപാട്. മോൾ ഇത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തേന്. അമ്മയുണ്ടോ കൂടെ? അമ്മയുണ്ട്. അമ്മ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? മോളുടെ മാർക്ക് കേട്ടല്ലോ. ഇപ്പൊ തന്നെ മോളെ പഠിപ്പിച്ചു തന്ന അച്ഛനെയും വിളിച്ച് പറയണം കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഈശോനെ വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ ഇന്ന് ഇവിടുന്ന് എത്ര മാർക്കും കൊണ്ടാ പോണേ? 28 മാർക്കുണ്ട്. സന്തോഷായോ? ഒരുപാട് സന്തോഷം. അയച്ചാടാ. അപ്പൊ ഇനി മോളുടെ ഉത്തരവാദിത്തം കൂടി. ഇനി അൽഫോൻസ് സ്റ്റേജിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിക്കും. ഇനി ഒരു ഇത്തിരി പോലും കുറയാൻ പാടില്ല. ഇനി ഒരു പാട്ടും കൂടി ഉണ്ട് മോൾക്ക് പാടാനായിട്ട്. അതും നന്നായിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് വരണം. ശരി, പോയിട്ട് വരും. താങ്ക് യു. ഇനി അടുത്ത വരാൻ പോകുന്നത് ഒരു മോനാണ്. അവൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും പാടാൻ പോണത് എന്ന് നമുക്ക് നോക്കാം. മുമ്പത്തെക്കാട്ടിലും നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ഉള്ള ഒരു എന്താ പറയാ ആശംസയോട് കൂടി തന്നെ നമുക്ക് ക്ഷണിക്കാം ഇവാൻ മാർട്ടിൻ. ഹായ് ഇവാൻ. ഹലോ. മോൻ കണ്ണൂരാണല്ലേ? അതെ അതെ. അപ്പോ നല്ലൊരു ദൂരം യാത്രയൊക്കെ ഉണ്ടായിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാം സെറ്റ് ആയല്ലോ? അപ്പൊ മോൻ കേട്ടോ തൊട്ടു മുന്നേ പാടി അൽഫോൻസ പാടി ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. മോൻ ഇപ്പൊ പാടാൻ പോകുന്നത് മെലഡിയാണ്. ഓക്കെ. അപ്പം തൊട്ടു മുന്നേ നമ്മൾ കേട്ടതൊരു മരിയൻ ഗാനമായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞ കമന്റ്സും ആ മോള് പാടിയതും ആ ഡെഡിക്കേഷനും എല്ലാം നമ്മൾ കണ്ടു അല്ലേ? മോന്റെ പാട്ടിൽ നിന്നും ഞങ്ങൾക്ക് അതിനെക്കാട്ടിലും നല്ല രീതിയിൽ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളോ? കോൺഫിഡന്റ് ആയിട്ട് പറയൂ, യെസ് ഞാനും അതുപോലെ നന്നായിട്ട് പാടുന്ന്. പാടണം കേട്ടോ. ഇതൊക്കെ മോനെ മത്സരവേദി നമുക്ക് എപ്പോഴും നമുക്ക് ഇതായിട്ട് കിട്ടണമെന്നില്ല. ഇത്തരത്തിലുള്ള വേദി കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ നമുക്ക് കാണാം പാട്ടിന് ശേഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നാഥൻ സ്വന്തമായി എന്റേതാകുമ്പോൾ സ്വർഗത്തിൻ സ്വരമിൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തന്റെ ഈശോ ആ ചങ്കിലെ ചോടേകി എന്നിൽ പ്രാണൻ വെടിഞ്ഞെന്റെ ഈശോ നിത്യം ജീവൻ പകർന്നേകി എന്നിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിലലിയുന്നു. സ്നേഹമായി മന്നയായി അന്നമായി ഈ തിരുബലിയിൽ. മൗനമാം സ്നേഹമായി മന്നയായി അന്നമായി ഈ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിലലിയുന്നു. ഉരുകും നോവിൽ നിറയും നേരം ഉയരായി മാറുന്നു. കരയും കണ്ണിൽ കരമായി നീ കണ്ണീർ മായ്ക്കുന്നു. ഉരുകും നോവിൽ നിറയും നേരം ഉയരായി മാറുന്നു. കരയും കണ്ണിൽ കരമായി നീ കണ്ണീർ മായ്ക്കുന്നു. സ്നേഹമാം ദൈവമായി എന്നുമെൻ ജീവനായി ഈ തിരുബലിയിൽ. സ്നേഹമാം ദൈവമായി എന്നുമെൻ ജീവനായി ഈ തിരുബലിയിൽ. ഈശോയും
ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവെല്ലലിയുന്നു നാഥൻ സ്വന്തമായി എന്റേതാകുമ്പോൾ സ്വർഗത്തിൻ സ്വരമിൻ സ്വത്തായി മാറുന്നു നെഞ്ചോടു തീർത്തന്നെ ഈശോ ആ ചങ്കിലെ ചൂടേകി എന്നിൽ പ്രാണൻ വെടിഞ്ഞെന്നെ ഈശോ നിത്യം ജീവൻ പകർന്നേകി എന്നിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ. മോനെ എന്തോ തൃപ്തിയായോ പാടിക്കഴിഞ്ഞപ്പോ? ശരിക്കും ആ, ഓക്കെ. ശരി സിസ്ലി, ഇവാൻ എന്തോ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? നന്നായി പാടിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ റൗണ്ട് ഏതായിരുന്നു മോൻ? ഫാസ്റ്റ് റൗണ്ട് ആയിരുന്നു. ഓക്കെ, ഏത് പാട്ടാ പാടിയേ? അഗ്നിനാളമായി. അത് കുറച്ച് പാടായിരുന്നു മോന് പ്രസന്റ് ചെയ്യാൻ അല്ലേ? ഇച്ചിരി പാടായിരുന്നു. ശബ്ദത്തിന്റെ അത് ഓവർകം ചെയ്തോ? അത് മാറി വരുന്നുണ്ടോ ശബ്ദം? ഇച്ചിരി മാറി വരുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, അന്നത്തെക്കാളും മോന്റെ ശബ്ദം ഇച്ചിരിയോട് ബെറ്റർ ആയിട്ടാ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. ഈ പാട്ടിന്റെ സെലക്ഷനും നന്നായിരുന്നു. ഇപ്പൊ മോന്റെ ആ സൗണ്ടും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ നല്ല സെലക്ഷൻ ആയിരുന്നു. മോൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്തോ വീട്ടിൽ പോയിട്ട് നന്നായിട്ട്? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് എന്ത് പാട്ടായിട്ടാ മോന് ഫീൽ ചെയ്ത് ഈ പാട്ട് പാടിയപ്പോ? ഇതിന്റെ കണ്ടന്റ് എന്താന്ന് ശ്രദ്ധിച്ചോ? ഇത് ഈശോനെ കുറിച്ചുള്ള പാട്ടാണ്. എല്ലാ പാട്ടും ഈശോയെ കുറിച്ചുള്ള പാട്ടാണല്ലോ. ഈ പാട്ടിന് മീനിങ് എന്തായിരുന്നു? നമ്മള് കുർബാനയ്ക്ക് എപ്പ പാടുന്ന പാട്ടായിട്ടൊക്കെയാ മോന് തോന്നിയേ? വിശുദ്ധ കുർബാനയ്ക്ക്. കുർബാന സ്വീകരണത്തിന്. കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. മോന്റെ എനിക്ക് തോന്നിയ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കുറച്ചും കൂടി വാ തുറന്ന് പാടണം കേട്ടോ. ഈ ബോയ്സിനെല്ലാം ഉണ്ട് ഈ ശബ്ദത്തിന്റെ ഒരു ഈ ത്രോട്ടിന്റെ ഒരു കോൺഷ്യസ് ആവുന്നോണ്ടാന്ന് തോന്നുന്നു നിങ്ങൾ വാ കുറച്ചിങ്ങനെ തുറക്കാൻ പഠിക്കുന്നുണ്ട്. ഇനി സ്വരം ഇടറുവോ പതറുവോ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി ഈ വാക്കുകൾ ക്ലിയർ ആയിട്ട് കനലായി, നാവിൽ, ആത്മ, അങ്ങനെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആത്മം, ആ ലൈൻസ് ഒക്കെ ആ കേൾക്കുന്നില്ല, ഓ ഓ ഓ എന്നാ കേൾക്കുന്ന ശബ്ദം കേട്ടോ. അപ്പൊ ആ ആയിട്ട് തന്നെ കേൾക്കണം. ആ 2 ലൈൻ ഒന്ന് പാടുവോ? കനലായി ആ ഫസ്റ്റ് 2 ലൈൻസ് ഒന്ന് പാടുവോ? ഈശോ ഈശോയും ഞാനും. ഈശോ കേക്കട്ടെ. ഈശോ ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവെല്ലലിയുന്നു. ബെറ്റർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി കനലായി എന്നുള്ളതൊക്കെ വാക്കുകൾ കേൾക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ മോൻ സാ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സാ വർത്താനം പറയുമ്പം സാ പറഞ്ഞേ. സാ ഒന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. സാ സാ പറയുന്നതില് ഒരു താ കയറി വരുന്നുണ്ട്. അത് നാക്ക് ശരിക്കും അടിക്കുന്നോണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. സ്നേഹമാം എന്നൊക്കെ പാടുന്ന സമയത്ത് ഒരു താ വോയിസും കൂടെ കയറുന്നുണ്ട് സാ പറയുമ്പോൾ കേട്ടോ. അതുപോലെ വളരുവാൻ, കുറയുവാൻ എല്ലാം ഈ ആ വരുന്ന പോർഷൻസ് മോനൊന്ന് ശ്രദ്ധിക്കണം. അടുത്തതാണ് ആരാ പാട്ട് പഠിപ്പിക്കുന്നത്? തന്നെ പഠിക്കുന്നത്. എല്ലാ പാട്ടും തന്നെയാണ് പഠിക്കുന്നത്. ട്രെയിനിങ് എടുക്കണ്ടോ മോനോ? ഇല്ലില്ല.
അല്ല മ്യൂസിക് ആ പഠിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതുണ്ട്. ആരാ പഠിപ്പിക്കുന്നേ? ഒരു പ്രേമരാജ മാഷ്. ഓക്കെ. ക്ലാസിക്കലാണോ കർണാട്ടിക് ആണോ പഠിക്കുന്നത്? അതെ, കർണാടക. ഇപ്പൊ തുടങ്ങിയുള്ളൂ അതോ? കുറച്ചു കാലമായി തുടങ്ങിയിട്ട്. ഓക്കെ. ഇപ്പൊ ഈ വോയിസിന്റെ ഈ സമയത്തും പഠിക്കണ്ടോ മോൻ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് പോകുന്നില്ല. ആ ഓക്കെ. ഒരു ട്രെയിനിങ് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു, പ്രത്യേകിച്ച് ഈ പ്രായമല്ലേ, അപ്പോൾ ഈ പ്രായത്തിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു, മാഷിന് അറിയാമായിരിക്കുമല്ലോ മോർണിങ്ങിന് ശബ്ദത്തിൻ്റെ ഈ ഒരു സ്റ്റേജിലാണെന്ന് അറിയാം. അപ്പോൾ ആ രീതിയിൽ മാഷ് ട്രെയിൻ ചെയ്തോളും കേട്ടോ. ബ്രേക്ക് എടുക്കണ്ടെന്ന്. മോൻ ഏത് ക്ലാസ്സിലാണ്? 10th അല്ല 8th ആയിട്ടുള്ളൂ. ആ അപ്പം എന്തായാലും മോൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി പാട്ടിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും മോൻ നന്നായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. മനോജ് ചേട്ടാ? ഇവാൻ എന്തോ? ഇവാൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പാടിയതിലും വെച്ച് അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. നന്നായി ഇൻവോൾവ് ചെയ്ത് നല്ല എന്താ പറയുക, മ്യൂസിക്കാലിറ്റി ആണെങ്കിലും അതിൻ്റെ ഫ്രേസിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ അത് പ്രസൻറ്റ് ചെയ്തു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നിയത് സിസിലി മാം ഒക്കെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അലിയുന്നു, അപ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എനിക്ക് മോൻ കുറച്ചുകൂടെ ബ്രെത്ത് കൺട്രോൾ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ബ്രീത്തിങ് എടുത്തിട്ട് വേണം. ചില ഫ്രേസുകൾ നമ്മൾ പാടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ശ്വാസം കൃത്യമായിട്ട് എടുത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പാട്ട് എന്തിനാ ബ്രേക്ക് എടുക്കുന്നത്? എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഞായറാഴ്ചയൊക്കെ കൂടുതലും ക്ലാസ് വെക്കാറ്. ആകുമ്പോഴത്തേക്കും പോകാൻ പറ്റാറില്ല പള്ളിയിൽ. അപ്പോൾ വേറെ ദിവസത്തേക്ക് മാറ്റി നോക്കൂ. അല്ല, മാഷിന് കൂടുതലും സാറ്റർഡേ വെക്കുന്നതിനേക്കാളും കൂടുതൽ സൗകര്യം ഞായറാഴ്ച വെക്കുന്നതാണ്. ഓക്കെ. കാരണം നമ്മുടെ ഈ ട്രെയിനിങ് നല്ല കഴിവുള്ളൊരു കുട്ടിയാണ് മോൻ. അപ്പോൾ ദൈവം തന്നിട്ടുള്ള കഴിവ് നമ്മൾ വളർത്തണമെങ്കിൽ അതിന് ട്രെയിനിങ് എടുക്കണം. അപ്പോൾ അത് സാറിൻ്റെ സൗകര്യമോ അല്ലെങ്കിൽ മോൻ്റെ സൗകര്യമോ ഒക്കെ ചേർത്ത് അത് എടുക്കാൻ നോക്കണം. പിന്നെ വോയിസ് മാറുന്നത് കൊണ്ട് ഉള്ളൊരു പ്രശ്നം കൊണ്ടാണോ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്? അല്ല, ഞായറാഴ്ച ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, ഞായറാഴ്ചേൻ്റെ പ്രശ്നമുള്ളൂ. പക്ഷെ അതെങ്ങനെയെങ്കിലും ഞാൻ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ നോക്കണം. ദൈവം ഇത്ര നല്ലൊരു കഴിവ് തന്നിറക്കല്ലേ, അപ്പോൾ ദൈവത്തിന് വേണ്ടി പാടണ്ടേ? കാരണം ഈ പാട്ട് പാടിയപ്പോൾ ദൈവം ഈശോ മോനായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന നിമിഷം എനിക്കതാണ് ഫീൽ ചെയ്തത്. അത്ര നന്നായിട്ട് മോൻ പാടി. അപ്പോൾ ഇനി അത് കൂടുതൽ മനോഹരമായിട്ട് പാടാൻ വേണ്ടിയിട്ട് മോൻ നല്ല ട്രെയിനിങ് എടുക്കണം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണക്കാളൊക്കെ നല്ല നല്ല ചേഞ്ചാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ ഒരു ഏകദേശം ഒരു പ്രൊഫഷണൽ സിംഗറുടെ ഒരു ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രം, ഒരു അനുനാസികം ഉണ്ടല്ലോ, നമ്മൾ ഈ ഭാഗത്ത് കൊണ്ട് പാടുന്ന ചില പോർഷൻസിൽ മോൻ അങ്ങനെ പാടുന്നുണ്ടോ എന്നൊരു തോന്നല്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കണം. നമ്മൾ പ്രത്യേകിച്ച് മൂക്കൊണ്ട് പാടുക, അല്ലെങ്കിൽ ആ ഒരു അതിനോട് കൂടുതൽ ചേർന്ന് പാടുന്ന ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രതീതി ഉണ്ടായി. അപ്പോൾ അത് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇവിടുന്ന് തന്നെ പാടണം. അങ്ങനെ പാടുമ്പോൾ കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്ക് ആ സൗണ്ടൊക്കെ കുറച്ച് നന്നായിട്ട് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ല സിംഗറാണ്. ഓക്കെ. അടുത്ത റൗണ്ടിലൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് പാടി നമുക്ക് തകർക്കാം. ഓക്കെ, റെഡി? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊളിച്ച ഇവാൻ, ഹായ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഇവാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ മനോഹരമായിട്ട് പാടി പ്രാവശ്യം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. സ്മൈല് കുറച്ച് പാടുന്ന നേരത്തൊക്കെ ആവായിരുന്നു തോന്നണു. ഇപ്പോഴാണെന്നൊരു ചിരിയുടെ ഒരു അംശമൊക്കെ പൊട്ടി മുളയ്ക്കണത്. മറ്റേത് പാടുമ്പോൾ ഭയങ്കര സീരിയസ് ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ശബ്ദമൊക്കെ ഇപ്പൊ ശരിയായില്ലോ? അത് ഞാൻ ഇച്ചിരി പിച്ച് കുറച്ചിട്ടാ പാടിയ, അതുകൊണ്ട് ഇച്ചിരി പിച്ച് കുറച്ചിട്ടാ പാടിയ. പിച്ചെടുക്കാനാണ് പ്രശ്നം. ഇച്ചിരി പ്രശ്നമുണ്ട്. പക്ഷെ വോയിസിന്റെ ഓവറോൾ ഇതിൽ അത്ര വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നില്ലല്ലോ പാടിയപ്പോ. നല്ല ശബ്ദമുണ്ട് ഇവാന്. നേരത്തെ
നമ്മുടെ മനോജ് സാർ പറഞ്ഞ പോലെ ബ്രീത്തിങ് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അനുലോമ വിലോമ പ്രാണായാമ എന്ന് പറഞ്ഞ്. അപ്പം ഇങ്ങനത്തെ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും പാടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ല ഗായകനായിട്ട് മാറട്ടെ. അപ്പോൾ കർണാട്ടിക് നിർത്തരുത്. എവിടെയാ മോൻ്റെ വീട്? കണ്ണൂര്. കണ്ണൂർ. ഓക്കെ, നല്ല ആശംസകൾ. താങ്ക് യു അച്ഛാ. ഉയരങ്ങളിലേക്ക് പോകട്ടെ. നല്ല ശബ്ദമുണ്ട്. താങ്ക് യു. അപ്പോൾ മോൻ ആദ്യത്തെ പാട്ടിൽ നിന്നും അന്ന് പറഞ്ഞു തന്ന കുറേ തെറ്റുകളെല്ലാം മോൻ മാറ്റാൻ നോക്കി. പക്ഷെ ഇന്നിപ്പോ വീണ്ടും ഇപ്പൊ അച്ഛൻ കുറച്ച് ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഇപ്പൊ തന്നെ മോൻ പാടിയപ്പോ മോൻ ടെലികാസ്റ്റ് ചെയ്യുമ്പോ നോക്ക്, മോൻ ആദ്യം പാടിയതിനേക്കാൾ എന്ത് ഭംഗിയായിട്ടുണ്ടെന്നറിയോ ഇപ്പൊ ഒന്ന് അങ്ങനെ ചെയ്തിട്ട് പാടിയപ്പോ. അപ്പൊ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരി പോളിച്ച. ഇവാൻ വളരെ നന്നായി പ്രാവശ്യം പാടിയത് കൊണ്ട് 8 മാർക്ക്. താങ്ക് യു. മനോജേട്ടാ? ഇവൻ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു മാർക്ക് വളരെ കുറവായിരുന്നു അല്ലേ? കുറവായിരുന്നു. പക്ഷെ ഇത്തവണ ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. അപ്പൊ മാർക്കിലും വ്യത്യാസം വരണ്ടേ? തീർച്ചയായിട്ടും അല്ലേ? അതെ. 8 മാർക്സ്. താങ്ക് യു. സിസ്ലി? ഇവാൻ 7.5 ആണ്. ഞാനൊരു 0.5 കൂട്ടിത്തരാം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ. ഈ സോങ്ങിന് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്ന ആരാന്നറിയോ? അയ്യോ, ഇരിക്കുന്ന ചേട്ടൻ തന്നെയാണ്, ജോസഫ് ഏട്ടൻ തന്നെയാണ്. എന്നാലും തരൂ. ജോസഫ് ഏട്ടനാണ്. ജോസഫ് ഏട്ടനാണെന്ന് പറ. ജോസഫ് ഏട്ടനാ. വെരി ഗുഡ്. 0.5 കൂടെ 8 മാർക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ മോനെ ലഭിച്ചിരിക്കുന്നത് 24 മാർക്സ് ആണ് 30-ല്. അതായത് നേരത്തേക്കാളിലും മോന് 5 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നൈസ്, നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഇപ്പൊ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളും ആ ടെക്നിക്കൽ സൈഡ് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പാട്ടും കൂടി ഉണ്ട് മോന്. എന്നിട്ട് ഇതിനെക്കാട്ടിലും മാർക്ക് വാങ്ങി ഇവിടുന്ന് പോകാൻ പറ്റും കേട്ടോ. ശരി ഇവാൻ, പോയി വരൂ, കാണാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കേട്ടത് മരിയൻ ഒരു ഗാനമായിരുന്നു. പിന്നെ നമ്മൾ കേട്ടത് നല്ലൊരു മെലഡിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും ഇനി ഒരു ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള ഗാനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടാവും അല്ലേ? അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ഒരു ഗാനം ആലപിക്കാനായി മത്സരിക്കാനായി നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം തൃശ്ശൂരിൽ നിന്നും എത്തിയിരിക്കുന്ന ലെന റോസ്. യെസ് ലെനക്കുട്ടി, ഫാസ്റ്റ് പാട്ടൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വേഷമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ലെന ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാറ്. പാട്ട് പാടുമ്പോഴും പാട്ട് പഠിക്കുമ്പോഴും ഇതേപോലെ തന്നെയാണോ? അതെ അതെ ആണ്. ആരാ പഠിപ്പിക്കുന്നത് പാട്ടൊക്കെ? എന്റെ പപ്പയാണ് പഠിപ്പിക്കുന്നത്. പപ്പയും വലിയൊരു ഗായകനാണപ്പോ? അതെ. ശരി, അപ്പൊ ഇന്ന് പപ്പ മോളെ ട്രെയിൻ ചെയ്ത് ഇന്നിപ്പോ ഒരു ഫാസ്റ്റ് നമ്പർ എടുത്തിരിക്കുകയാണ്. മോളപ്പ അച്ഛൻ ഇപ്പൊ പഠിപ്പിച്ചു തന്നപ്പോ ആദ്യമായിട്ടാണോ ഈ പാട്ട് പഠിച്ചതൊക്കെ? അതെ അതെ അതെ. നേരത്തെ അച്ഛനെ നന്നായിട്ട് അറിയുന്ന പാട്ടാണോ? അതെ, അറിയാവുന്ന പാട്ടാണ്. അപ്പൊ അച്ഛൻ പലതവണ പാടിയിട്ടുള്ള പാട്ട് ഇന്ന് മോളിലൂടെ നമുക്ക് കേൾക്കാം. നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല മാർക്കും വാങ്ങണം കേട്ടോ. താങ്ക് യു.
എത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു അറിയാതെ കണ്ണുനീർ വന്നു ഇനി ഭീതിയില്ല നാഥ വാഴ്ത്തുന്നു നിന്റെ നാമം ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞിടിലും ഈശോ എന്നാളും എൻ്റെ കൂടെയുണ്ടല്ലോ രാവണഞ്ഞാലും സൂര്യനസ്തമിച്ചാലും ദീപമായെന്നും മുന്നിൽ നീയുദിക്കുന്നു അറിവിൻ വരം ചൊരിയൂ കനിവിൻ കരം നൽകൂ ഹൃദയം സദാ സമയം തുടിക്കും നന്ദിയോടെ അഭിമാനം കൊള്ളും ഞാൻ എൻ ഈശോയൻ മാത്രമെന്നാളും എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചു എത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി എന്നെ പേരു ചൊല്ലി വിളിച്ചു അറിയാതെ കണ്ണുനീർ വന്നു ഇനി ഭീതിയില്ല നാഥ വാഴ്ത്തുന്നു നിന്റെ നാമം എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചു എത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി യെസ് ലെന. ലെന വളരെ ഈസി ആയിട്ട് പാടി എല്ലാം കഴിഞ്ഞപ്പോ ലെന ചോദിക്കുന്നുണ്ട് പാരന്റ്സ് അച്ഛനല്ലേ അച്ഛൻ്റെ അടുത്ത് ചോദിക്കണ്ടേ എങ്ങനെയുണ്ട് എന്റെ പാട്ടെന്ന് എന്ത് പറഞ്ഞു എന്നിട്ട് അച്ഛൻ ഓക്കേന്ന് കാണിച്ചു. ഓക്കെ എന്നുള്ള സൂപ്പർ എന്ന് കാണിച്ചോ? സൂപ്പർ എന്നൊന്നും കാണിച്ചില്ല. സൂപ്പർ ആണോ അച്ഛാ അത് ഓക്കെ ആണോ? ഓക്കെ ആണ്. യെസ് അവർക്ക് ഹാപ്പിയാണ്. അച്ഛൻ പഠിപ്പിച്ച പോലെ തന്നെ മോള് പാടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ പോരായ്മകൾ ഉണ്ടോന്ന് ദേ മനോജേട്ടാ. ലെനമോൾ യെസ്, അതിഗംഭീരായിട്ട് പാടിയല്ലോ മോളി പാട്ട്. താങ്ക് യു. എനിക്ക് തോന്നി ലിറിക്സിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ എന്നെ തേടി വന്ന യേശുനാഥൻ കൈ പിടിച്ചുയർത്തി, മോളങ്ങോട്ട് കൈ പിടിച്ചുയർത്തായിരുന്നു ഈ പാട്ടിലൂടെ. താങ്ക് യു. ഓക്കെ, കാരണം കഴിഞ്ഞ തവണത്തെയും പെർഫോമൻസും ഇത്തവണക്ക് നോക്കുമ്പോൾ എത്ര ഗംഭീരമായിട്ടാണ് പാടിയത്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, നല്ല എനർജറ്റിക്. ഈ പാട്ടിന് വേണ്ട ഈ രീതിയിലുള്ള എനർജിയും ആ ഒരു ഫീലും ഞാൻ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഐ വാസ് എൻജോയിങ് ഹാപ്പിലി. വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെയുള്ളൊരു ഫീലാണ് മോള് ഈ പാടി തന്നത്. താങ്ക് യു സർ. എന്താണ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്? പ്രാക്ടീസ് ചെയ്തു. ദിവസം ചെയ്യണ്ടായിരുന്നോ? ദിവസമല്ല, ഒന്നരാടം. ഓക്കെ ഓക്കെ. പപ്പ ഉള്ള സമയത്തൊക്കെ കറക്റ്റ് ചെയ്ത് തരാൻ. പപ്പ പാട്ട് പാടുവോ? പാടും. ആണല്ലേ? ഓക്കെ. പപ്പയാണ് പഠിപ്പിച്ചേ? അതെ. ഓക്കെ. അപ്പൊ പപ്പി മോളും പള്ളിയിലൊക്കെ പാടാറുണ്ടോ? പപ്പ ഇപ്പൊ പാടുന്നില്ല, മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഉണ്ട്, കൊയറിലുണ്ട്. മോള് പാടുന്നുണ്ട്? ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പിന്നെ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? ഇല്ല. അയ്യോ, ഓൾറെഡി ലേറ്റ് ആണ്. പെട്ടെന്ന് തുടങ്ങൂ. തുടങ്ങണം കേട്ടോ. കാരണം ഇത്ര നല്ല ടാലന്റ് ഉള്ള ഒരു സിംഗർ കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡ് കൂടെ സ്ട്രോങ് ആയ നന്നായി പാടാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഇനി സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ കർണാട്ടിക്കൊക്കെ അല്ലെങ്കിൽ കർണാട്ടിക്കോ എനി ഫോം ഓഫ് മ്യൂസിക്, ഹിന്ദുസ്ഥാനി, കർണാട്ടിക് ഓർ വെസ്റ്റേൺ, എനി ഫോം, എനി സ്റ്റൈൽ, അതിലേതെങ്കിലുമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ അറിവ് നമുക്ക് കിട്ടും. എങ്ങനെ പാടണം, എന്തൊക്കെ നമ്മൾ തെറ്റുകളാണുള്ളത്, എങ്ങനെയൊക്കെ ശരിയാക്കണം, എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നുള്ളൊരു ശാഖയാണ്. അപ്പം അതെന്തായാലും പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ് തുടങ്ങണം കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെറിയ സ്ഥലങ്ങളൊക്കെ ശ്രുതി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഫാന്റാസ്റ്റിക് സിംഗിങ്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സിസ്ലി. ലെന. ലെന കഴിഞ്ഞ തവണ പാടിയേക്കാളും ഇപ്പൊ മനോജേട്ടൻ പറഞ്ഞ പോലെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലൊരു
മ്യൂസീഷ്യൻ ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് നമ്മളുടെ ഇത് ചാർട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഉള്ളപ്പം പാടുമ്പോഴൊക്കെ കറക്റ്റ് ചെയ്ത് തരാൻ ഒരാളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തെറ്റ് തന്നെ പാടിക്കൊണ്ടിരിക്കും കുറേ നാൾ, കാരണം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ മിസ്റ്റേക്ക് പിന്നെ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ഇതാണോ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാൾ, അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അൺലേൺ ചെയ്തിട്ട് പിന്നെ പുതിയത് പഠിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരാളുണ്ടാവുക ഗൈഡ് ചെയ്യാൻ എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഈ പാട്ടിൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ നല്ല ഈ പാട്ട് ഒരു എന്താ പറയുക, വളരെ സന്തോഷത്തോടുകൂടി പാടുന്ന ഒരു പാട്ടാണ്. ആ ഫാസ്റ്റ് റൗണ്ടിൽ മോള് വളരെ ഹാപ്പി ആയിട്ട്, ബോഡി ലാംഗ്വേജ് വാസ് വെരി ഗുഡ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, നല്ല പ്രസൻറ്റ് ബോഡി ലാംഗ്വേജ് വാസ് വെരി നൈസ്. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തു, ഈ സോങ്ങിനെയും അത് ഹെൽപ്പ് ചെയ്തു അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് 10th ആണ്, ഓഫ്കോഴ്സ് 10th ആണ്. പക്ഷെ നമുക്ക് 10th സ്റ്റാൻഡേർഡ് ഒത്തിരി പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ടൈം നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്, ഇല്ലേ? നമ്മളൊരു അരമണിക്കൂർ ബ്രേക്ക് എടുത്ത് എന്താ കാണുക ആ സമയത്ത്? TV കാണുക, TV കാണും. പിന്നെ ഇപ്പോ പാട്ട് പഠിക്കാനുള്ളതുകൊണ്ട് അത് പഠിക്കും കുറച്ചു നേരം, അങ്ങനെയൊക്കെ. അപ്പൊ ആ ടൈം നമുക്ക് ഇപ്പോൾ ഹാഫ് ആൻ അവർ ആണെങ്കിൽ മോളൊരു 15 മിനിറ്റ്സ് TV കണ്ടോ, ബാക്കി 15 മിനിറ്റ്സ് നമുക്ക് പാട്ട് പഠിക്കാനായിട്ട്. ബിക്കോസ് പാട്ടിന് ഒരുപാട് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വലിയ റോളുണ്ട് നമ്മുടെ ലൈഫിൽ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ടാലൻറ്റ് നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ പഠിത്തം നമ്മൾ ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എല്ലാം ഇങ്ങനെ ചൂടായിട്ടിരിക്കും അല്ലേ, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആകുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഒന്ന് ഇച്ചിരി കൂളാവുക. അപ്പൊ അതിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാം. അപ്പൊ പാട്ട് ഒരു വലിയ എലിമെന്റ് ആണ് അതിൻ്റെ അകത്ത് കേട്ടോ. അപ്പൊ മോള് പ്രാക്ടീസ് ചെയ്യുക, പാട്ടുകൾ കൂടുതൽ കേൾക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. TV കാണണ്ടെന്നല്ല, പക്ഷെ അത് ഹാഫ് ഇത് ഹാഫായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ബ്രേക്ക് ടൈംസിലൊക്കെ നമുക്ക് പാട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇനി പ്രാക്ടീസ് ചെയ്യണം. ബിക്കോസ് അത് ഡെഫിനറ്റ്ലി മോളുടെ പെർഫോമൻസിൽ റിഫ്ലക്റ്റ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. പോളച്ച ലെന വളരെ നന്നായിട്ട് പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. നല്ല സ്വീറ്റ് വോയിസ് ആണ് ലെനയുടെ. നല്ല അതുപോലെ തന്നെ പാടുമ്പോൾ നല്ല പവർ ഉണ്ടായിരുന്നു. ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ടാലൻസിന് ചില സമയത്ത് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചില സമയത്ത് ലിമിറ്റഡ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ റൗണ്ട് വന്നു വിചാരിച്ചു, അപ്പോൾ ഈ ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് അത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഏത് മ്യൂസിക്കിൻ്റെ ഏത് വശത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ മാത്രം സജ്ജമാകണമെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് ആവശ്യമുണ്ട്. പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ വലിയ വലിയ ഗായകരൊക്കെ അവർക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ് അത്രയ്ക്ക് വലിയ നിലയിലേക്ക് അവർക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ പ്രൊഫഷണൽ ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമാണ്. ശരിക്കും നമ്മൾ അവൈലബിൾ ആയാൽ മതി. പിന്നെ അത് തന്നെയല്ല, അത് ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആണ്. അത് നമ്മുടെ മൈൻഡ് അതുവഴിയുടെ ബോഡി ഡിസിപ്ലിൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കും. മ്യൂസിക് ലേണിങ്ങിന് അങ്ങനെ വലിയൊരു ഗുണമുണ്ട്. പിന്നെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും. സാധാരണ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിയുടെ മെമ്മറി ഭയങ്കര ഷാർപ്പാണെന്ന് പറയും. കാരണം ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ എവറിത്തിങ് ഈസ് ബൈ ഹാർട്ടഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യണം എല്ലാം, ഒന്നും നോക്കിയിട്ട് പാടലല്ല. അപ്പോൾ അത്രയും നമ്മുടെ മെലോഡിക് മെമ്മറി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരും. മെലോഡിക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ജനറൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സംഗീതം അഭ്യസിക്കുന്നതിൽ. അപ്പോൾ അതിന് തീരെ നിസ്സാരമായിട്ട് തള്ളരുത്. അതിന് കുറച്ചും കൂടിയും പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ അതുവഴിയായിട്ട് ഒരുപാട് നന്മകൾ സംഗീത ജീവിതത്തിൽ ഉണ്ടാവുന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പാട്ടിൽ നല്ല ഹെവി ഓർക്കസ്ട്ര ആയിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രക്കാർ അതിഗംഭീരമായിട്ടത് പ്രിൻസും സുഹൃത്തുക്കളും വളരെ മനോഹരമായിട്ട് ചെയ്തു. വളരെ ഹെവി ഓർക്കസ്ട്രയായിരുന്നു. ആ ഓർക്കസ്ട്ര ലെനയുടെ പാട്ടിനെ കുറേയധികം സഹായിച്ചിട്ടുണ്ട് നന്നായി പാടാനായിട്ട്. അപ്പോൾ നല്ല ആശംസകൾ, ഉയരത്തിലേക്ക് പോകട്ടെ, എല്ലാവിധ വിജയങ്ങളും നേരുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു. സന്തോഷായി ലെനയ്ക്ക്, ലെനയുടെ പപ്പയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഇതാണ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ എത്ര സമയമാണോ അതിനു വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ റിസൾട്ട് കണ്ടോ, അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ലെനയ്ക്ക് അന്ന് വന്നപ്പോൾ എത്ര മാർക്കായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ? 21.5 ആയിരുന്നു. 21.5.
ഓക്കെ, അപ്പൊ ഇന്ന് നോക്കട്ടെ. പോളിച്ച എത്ര മാർക്കാണ്? ലെന വളരെ നന്നായി പാടിയതുകൊണ്ട് 8.5. താങ്ക് യു ഫാദർ. താങ്ക് യു. മനോജ് ചേട്ടാ? 8.5. താങ്ക് യു. സിസ്ലി? 8.5. താങ്ക് യു മാം. അപ്പോ 21.5 ഉണ്ടായിരുന്നില്ല എനിക്ക്. ഈ പ്രാവശ്യത്തെ രണ്ടാമത്തെ പാട്ട് വന്നപ്പോഴത്തേക്ക് 25.5 മാർക്സ് 30 കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി മൂന്നാമത്തെ പാട്ടായിട്ട് വരുമ്പം ഇതിനെക്കാട്ടിലും ഒക്കെ മാർക്ക് വാങ്ങി വേണം പോവാനായിട്ട്, കേട്ടോ? തീർച്ചയായും. ശരി ലെന, പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. അച്ഛനെ വെറുതെ ഇരുത്തണ്ട. ഇന്നെ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് നല്ലൊരു പാട്ടായിട്ട് ഇനി വരണം, കേട്ടോ? താങ്ക് യു. ഓക്കെ. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലുള്ള 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങളും ഉൾപ്പെടുത്തിയ ഒരു എപ്പിസോഡും കൂടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അല്ലേ ഇത്? അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ ഒരുപാട് എപ്പിസോഡുകൾ തന്നെയാണ് വോയിസ് ഓഫ് ഗുഡ്നസിലുള്ളത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കാണാം. ബൈ. അന്ന അവിടെ നിന്ന് പാടുമ്പോഴേ ഭയങ്കര രസമായിരുന്നു. അനുഗ്രഹത്തിൻ അൾത്താരയാ ആമടിത്തട്ടിൽ അമ്മേ ആരോമൽ മെല്ലെ തല ചായ്ച്ചിടും. ഭവ്യ, എന്തോ? ഹായ് മോള്, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് സൗണ്ടിന്റെ പ്രശ്നമൊന്നും തോന്നിയില്ല. ഈ ഹെഡ്ഫോൺസ് വെച്ച് കേട്ടിട്ട് പോലും ഒന്നും തോന്നി. എനിക്ക് ഗ്രീൻ റൂമിൽ വെച്ച് എന്നോട് ഷെയർ ചെയ്തു, ചേച്ചി രാവിലെ ആയിരുന്നെങ്കിൽ എൻ്റെ ശബ്ദം കുറച്ചും കൂടെ നന്നായേനെ, ഇപ്പം എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുവാണെന്നൊക്കെ ഇങ്ങനെ ആത്മകഥം പറയുന്നത് ഞാൻ അവിടെ നിന്ന് കേട്ടു. നന്നായി പാടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ല ടെമ്പോ ഉള്ള ഒരു പാട്ടാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തു. നല്ല ശബ്ദം. താങ്ക് യു അച്ഛാ. നന്മയുടെ